റിപ്പബ്ലിക് ഭാരത് സമ്മിറ്റിൽ പണ്ഡിതനും BJPയുടെ MP-യുമായ സുധാംശു ത്രിവേദി നടത്തിയ പ്രസംഗം ഇന്ത്യയിൽ എല്ലാവരും കണ്ടിരിക്കേണ്ടതാണ്. അതിൻ്റെ മലയാളം പരിഭാഷയാണ് ഇന്ന് ചെയ്യുന്നത്. ഇന്ന് നമ്മളെല്ലാവരും ഒന്നു ചേർന്ന് ഈ വിഷയം ചർച്ച ചെയ്യാനിരിക്കുമ്പോൾ ലോകം തന്നെ മറ്റൊരു രീതിയിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. താരിഫ് വർധനയെക്കുറിച്ചുള്ള ചർച്ചകൾ, ഇതൊക്കെ എങ്ങനെയാണ് നമ്മുടെ രാജ്യത്തെ ബാധിക്കാൻ പോകുന്നത് എന്നുള്ള കൺഫ്യൂഷൻ, ഇതിൽ നിന്നും നമ്മൾ എന്തൊക്കെ വെല്ലുവിളികളാണ് നേരിടാൻ പോകുന്നത്, ഇതാണ് ഇന്നത്തെ വിഷയം. ഇന്ന് ലോകത്താകെ ഒരു വലിയ മാറ്റം പ്രകടമാണ്. മാത്രമല്ല, ഇത്തരമൊരവസ്ഥ ഭാരതം നേരിടുന്നത് ആദ്യവുമല്ല. ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു, 1998 മെയ് 11, മെയ് 13 പൊഖ്റാനിലെ ആണവ പരീക്ഷണത്തെ തുടർന്ന് ഭാരതം നേരിട്ട സാമ്പത്തിക ഉപരോധം. ആ സമയത്ത് ഭാരതത്തിലുണ്ടായിരുന്ന എല്ലാ ബുദ്ധിജീവികളും സർക്കാരിനെതിരെ തിരിഞ്ഞിരുന്നു. അവർ പറഞ്ഞത് ഈ സർക്കാർ ഈ നാടിനെ നശിപ്പിച്ചു എന്നാണ്. കാരണം ആ സമയത്ത് ഭാരതത്തിൻ്റെ കയ്യിൽ ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടായിരുന്നില്ല. നമ്മൾ സാമ്പത്തികമായും അത്ര മെച്ചപ്പെട്ട സ്ഥിതിയിലായിരുന്നില്ല. മാത്രമല്ല, ഭാരതത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആരും ആ സമയത്ത് തയ്യാറായിരുന്നില്ല. $1 പോലും ഇൻവെസ്റ്റ് ചെയ്യാൻ ആരും മുമ്പോട്ട് വന്നിരുന്നില്ല. ഭാരതം തീർന്നു എന്നാണ് ഇവിടെയുള്ള ബുദ്ധിജീവികൾ പോലും വിധി എഴുതിയത്. വെറും 2 വർഷത്തിനുള്ളിൽ 2000 ആണ്ട് മാർച്ച് മാസം അമേരിക്കൻ പ്രസിഡന്റ് ബിൽ ക്ലിന്റന് 5 ദിവസത്തെ സന്ദർശനത്തിന് ഭാരതത്തിൽ വരേണ്ടി വന്നു. എന്തുകൊണ്ടാണ്? 2 വർഷത്തിനുള്ളിൽ എന്ത് മാറ്റമാണ് ഭാരതത്തിലുണ്ടായത്? അന്നത്തെ ആ സ്ഥിതിയിൽ പ്രധാനമന്ത്രി വാജ്പേയിജിക്ക് ഭാരതത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിഞ്ഞെങ്കിൽ ഇന്നത്തെ കാലത്ത്, ഇന്നത്തെ ശക്തമായ ഭാരതത്തിന് ഇതൊന്നും ഒരു പ്രതിബന്ധമേ അല്ല. കാരണം ഓരോ വെല്ലുവിളിയും നമുക്ക് കൂടുതൽ മികച്ച നേട്ടങ്ങളാണ് നൽകുന്നത്. നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പറയുന്നത് പോലെ ആപത്തുകളെ അവസരങ്ങളാക്കി മാറ്റാനുള്ള കല അദ്ദേഹത്തിന് വശമുണ്ട്. മാത്രമല്ല, നമ്മളുടെ പഴയ പ്രധാനമന്ത്രിമാർ അത് നമുക്ക് കാണിച്ചു തന്നിട്ടുമുണ്ട്. ഇപ്പോൾ നിങ്ങളിൽ പലരും കരുതുന്നുണ്ടാവും അന്ന് എന്താണ് സംഭവിച്ചതെന്ന്. ഇന്നത്തെ പോലെയല്ല. ആ സമയത്ത് ഭാരതത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഭാരതത്തിലുള്ള വ്യവസായികൾ പോലും ഇല്ലാത്ത കാലമായിരുന്നു. അതും ഓർമ്മ വേണം. പക്ഷെ എന്നിട്ടും ആ സാമ്പത്തിക ഉപരോധത്തെ മറികടക്കാൻ ഭാരതത്തിന് പണം എവിടെ നിന്നാണ് വന്നത്? ഇവിടെ ഇരിക്കുന്ന പഴയ ആൾക്കാർക്ക് ഓർമ്മയുണ്ടാകും, ആ സമയത്ത് വാജ്പേയി സർക്കാർ റീസർജന്റ് ഇന്ത്യ ബോണ്ട് എന്നൊരു പദ്ധതി വാജ്പേയി സർക്കാർ കൊണ്ടുവന്നു. $5 ബില്യൺ വിദേശ നിക്ഷേപമാണ് വാജ്പേയിജി ടാർഗറ്റ് നിശ്ചയിച്ചത്. എന്നാൽ $5.2 ബില്യൺ സമാഹരിക്കാനായി. ആരാണ് നിക്ഷേപിച്ചത്? ഭാരതീയരായ പ്രവാസികളാണ്. മറ്റെല്ലാ രാജ്യങ്ങളും ചേർന്ന് ഭാരതത്തെ ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ പ്രധാനമന്ത്രി വാജ്പേയിയുടെ നിർദ്ദേശപ്രകാരം, അഭ്യർത്ഥന പ്രകാരം ലോകമാകെയുള്ള പ്രവാസി ഇന്ത്യക്കാർ ഭാരതത്തിലേക്ക് നിക്ഷേപിക്കാൻ തയ്യാറായി. അങ്ങനെയാണ് ഭാരതത്തിന് ആ സമയത്ത് സാമ്പത്തികമായ അടിസ്ഥാനം കണ്ടെത്താൻ കഴിഞ്ഞത്. അതിനുശേഷമാണ് ഭാരതത്തിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ യുഗം ആരംഭിക്കുന്നത്. ഞാൻ നിങ്ങളോട് അതെങ്ങനെയാണ് സംഭവിച്ചതെന്ന് ലോജിക്കലി പറയാൻ ആഗ്രഹിക്കുകയാണ്. ആദ്യം പ്രവാസി ഇന്ത്യക്കാരിൽ നിന്ന് പണം ഭാരതത്തിലേക്ക് എത്തി. അതിനുശേഷം ഭാരതത്തിൽ നാഷണൽ ഹൈവേ ഡെവലപ്മെന്റ് പ്രൊജക്ട് കൊണ്ടുവന്നു. മാത്രമല്ല, അതിനുവേണ്ടി പെട്രോളിൽ സെസ്സും ഏർപ്പെടുത്തി. അങ്ങനെ 5000 കോടി രൂപ സമാഹരിച്ചു. അതായിരുന്നു തുടക്കം. ഞാൻ പറഞ്ഞു വന്നത് 1998 ഡിസംബറിലെ കാര്യമാണ്. അതിനുശേഷം എന്തുണ്ടായെന്ന് വെച്ചാൽ, ലിക്വിഡിറ്റി, ക്യാഷ് ഏത് മേഖലയിലാണ് കൂടുതൽ ഉണ്ടായിരിക്കേണ്ടത്? സിമെന്റ് ആൻഡ് സ്റ്റീൽ. എന്നാൽ മാത്രമേ അടിസ്ഥാന സൗകര്യ വികസന മേഖല വളരുകയുള്ളൂ. ആ സമയത്ത് ഭവന വായ്പയുടെ പലിശ എന്നത് 14% അത് വാജ്പേയിജി 7.5% മുതൽ 8.5% വരെ ആക്കി കുറച്ചു കൊണ്ടുവന്നു. ഹൗസിംഗ് ലോണിന്റെ പലിശ പകുതിയായി കുറച്ചപ്പോൾ ഭാരതത്തിലെ നിരവധി ആളുകൾ ഹൗസിംഗ് ലോൺ എടുത്ത് വീടുകൾ ഉണ്ടാക്കാൻ തുടങ്ങി. അതായത് അദ്ദേഹത്തിന് വിഷൻ ഉണ്ടായിരുന്നു. അത് കാരണം രാജ്യത്താകെ കൺസ്ട്രക്ഷൻ സെക്ടറിൽ ബൂമുണ്ടായി. അങ്ങനെ പണം ആരുടെ കയ്യിലെത്തി? സിമെന്റ് ഇൻഡസ്ട്രിയിലും സ്റ്റീൽ ഇൻഡസ്ട്രിയിലും എത്തി. എന്ത് സംഭവിച്ചു? മിഡിൽ ക്ലാസ്സിന് വീട് ലഭിക്കാനും തുടങ്ങി, ഇൻഡസ്ട്രിയിലേക്ക് പണം എത്താനും തുടങ്ങി. മാത്രമല്ല, ആ സമയത്ത് നമുക്ക് സ്കിൽഡ് വർക്കേഴ്സിന്റെ അഭാവം ഉണ്ടായിരുന്നു. അൺസ്കിൽഡ് വർക്കേഴ്സിന് പറ്റിയ മേഖലയാണ് കൺസ്ട്രക്ഷൻ മേഖല. അങ്ങനെ അൺസ്കിൽഡ് ആയിട്ടുള്ള ആളുകൾക്ക് പോലും, സാധാരണക്കാർക്ക് പോലും ആ സമയത്ത് ജോലി ലഭിക്കാൻ തുടങ്ങി. ഭാരതത്തെ ഒറ്റപ്പെടുത്താൻ ശ്രമിച്ച എല്ലാ ആളുകൾക്കും മനസ്സിലായി ഭാരതം സ്വന്തം കാലിൽ നിൽക്കാൻ തുടങ്ങിയെന്ന്. അതിനുശേഷം 1999 നവംബറിൽ നടന്ന സിയാറ്റിൽ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന്റെ മീറ്റിംഗിൽ വികസ്വര രാജ്യങ്ങൾ ഭാരതത്തിനൊപ്പം നിന്നു. ഭാരതം എന്ത് വെല്ലുവിളിയും നേരിടാൻ തയ്യാറായിരുന്നു. നിങ്ങൾ പോയി പണി നോക്കൂ എന്നുള്ള നിലപാടാണ് അന്ന് വാജ്പേയിജി എടുത്തത്. അതിന്റെ ഫലമായി എന്തുണ്ടായി? 4 മാസങ്ങൾക്ക് ശേഷം 2000 മാർച്ച് മാസം അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ബിൽ ക്ലിന്റൺ ഭാരതത്തിലെത്തി. 5 ദിവസം ഭാരതത്തിൽ സന്ദർശനം നടത്തി. ഒരു അമേരിക്കൻ പ്രസിഡന്റ് ഭാരതത്തിൽ നടത്തിയ ഏറ്റവും നീളം കൂടിയ സന്ദർശനം അന്നായിരുന്നു. ഇപ്പോൾ ചിലർ പറയും, ഇത് പഴയ കാര്യമല്ലേ, നിങ്ങൾ ഇന്നത്തെ കാര്യം പറയൂ എന്ന്. ശരി, ഇന്നത്തെ കാര്യവും പറയാം. നിങ്ങൾ ശ്രദ്ധിച്ചോ 2 ദിവസത്തിന് മുമ്പ് വന്ന വാർത്ത? മൊബൈൽ കയറ്റുമതിയിൽ, ഞാൻ പറയുന്നത് അമേരിക്കയിലേക്കുള്ള മൊബൈൽ കയറ്റുമതിയിൽ ഭാരതം ചൈനയെ പിന്നിലാക്കി 1ാം സ്ഥാനത്ത് വന്നു എന്നുള്ള വാർത്ത നിങ്ങൾ ശ്രദ്ധിച്ചോ? വെറും കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്കൻ വിപണിയിൽ ഭാരതത്തിന്റെ മൊബൈൽ ഫോൺ വെറും 13% മാത്രമായിരുന്നെങ്കിൽ ഇന്നത് 44%.
എന്നാൽ അമേരിക്കൻ വിപണിയിൽ 65% ഷെയർ ഉണ്ടായിരുന്ന ചൈനീസ് മൊബൈലുകൾ 25%-ലേക്ക് താണിരിക്കുന്നു. കഴിഞ്ഞില്ല, വെറും 2 ആഴ്ചയ്ക്ക് മുമ്പാണ് നിങ്ങൾ ഈ വാർത്ത കേട്ട് കാണും. ഡിജിറ്റൽ ട്രാൻസാക്ഷനിൽ വിസ കാർഡിനെ അട്ടിമറിച്ചുകൊണ്ട് ഭാരതത്തിൻ്റെ UPI ലോകത്തിൽ ഒരു ദിവസം ഏറ്റവും കൂടുതൽ ഡിജിറ്റൽ ട്രാൻസാക്ഷൻ നടത്തുന്ന പ്ലാറ്റ്ഫോമായി മാറി. അതുമാത്രമല്ല, കഴിഞ്ഞ മാസമാണ് വേൾഡ് ബാങ്കിൻ്റെ റിപ്പോർട്ട് വന്നത്. ലോകത്തിലെ പ്രധാനപ്പെട്ട എല്ലാ മേജർ എക്കണോമി എടുത്താലും ഏറ്റവും കുറഞ്ഞ ഇൻഈക്വാലിറ്റി ഉള്ളത് ഭാരതത്തിലാണ്. അതായത് പണക്കാരും ദരിദ്രരും തമ്മിലുള്ള വ്യത്യാസമുണ്ടല്ലോ, അത് ലോകത്തിൽ പ്രധാനപ്പെട്ട എക്കണോമികളിൽ ഏറ്റവും കുറവ് ഭാരതത്തിലാണെന്നുള്ള റിപ്പോർട്ട് നൽകിയത് വേൾഡ് ബാങ്ക് തന്നെയാണ് കഴിഞ്ഞ മാസം. അങ്ങനെ സംഭവിക്കുന്നതിന് മറ്റൊരു കാരണം കൂടി ഉണ്ട് കേട്ടോ. നമ്മുടെ ഭാരതം ലോകത്തിലെ ഒരേ ഒരു രാജ്യമാണ്. ഭാരതത്തിൽ മാത്രമാണ് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ചില സ്ഥാപനങ്ങൾ കാണാൻ കഴിയുന്നത്. വർഷത്തിൽ 360 ദിവസവും സൗജന്യ ഭക്ഷണം ലഭിക്കുന്ന സ്ഥാപനങ്ങൾ. ഞാൻ പറഞ്ഞത് ക്ഷേത്രങ്ങളിലെയും ഗുരുദ്വാരകളിലെയും അന്നദാനത്തെക്കുറിച്ചാണ്. ഇത് ലോകത്തിലെ ഒരു രാജ്യത്തിലും ഒരു സംസ്കാരത്തിലും കാണാൻ കഴിയില്ല. ഭാരതത്തിൽ മാത്രമേ, ഭാരതത്തിലെ ഹിന്ദു സംസ്കാരത്തിൽ മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ. അതാണ് ഭാരതത്തിൻ്റെ കരുത്ത്. അതേസമയം തന്നെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഡിജിറ്റൽ ട്രാൻസാക്ഷൻ നടത്തുന്ന രാജ്യവും ഭാരതമായിരിക്കുന്നു. ഒരു കാര്യം നിങ്ങൾ ഓർക്കണം, ഇതേ രാജ്യത്ത് തന്നെ മുൻകാലത്തെ ഒരു ധനകാര്യമന്ത്രി തന്നെയാണ് പറഞ്ഞത്, ഭാരതത്തിലെ ജനങ്ങൾക്ക് പഠിപ്പും വിവരവുമില്ല, അതുകൊണ്ട് തന്നെ നിങ്ങൾ എത്ര ഡിജിറ്റൽ ഇന്ത്യ എന്ന് പറഞ്ഞാലും ശരി, ആളുകൾക്ക് മൊബൈൽ ഫോണോ ഈ ടെക്നോളജി ഒന്നും ഉപയോഗിക്കാൻ അറിയില്ല, അതുകൊണ്ട് തന്നെ ഡിജിറ്റൽ ഇന്ത്യ ഒരിക്കലും സാധ്യമാവില്ല എന്ന്. ലോകത്തിലാകെ നടക്കുന്ന ഡിജിറ്റൽ ട്രാൻസാക്ഷൻ്റെ 48% നടക്കുന്നത് ഭാരതത്തിലാണ്. അമേരിക്കയും ചൈനയും കൂടി ചേർന്നാൽ എത്ര ഉണ്ടാവുമോ അതിനേക്കാൾ കൂടുതൽ ഡിജിറ്റൽ ട്രാൻസാക്ഷൻ ഇന്ന് ഭാരതത്തിലാണ് നടക്കുന്നത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, ജപ്പാനിലെ പ്രധാനമന്ത്രി ഡൽഹിയിലെ ഖാൻ മാർക്കറ്റിൽ വന്ന് വട കഴിച്ചത് UPI പ്ലാറ്റ്ഫോം വഴി പണം നൽകിക്കൊണ്ടാണ്. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ ജയ്പൂരിലെത്തി തെരുവ് കച്ചവടക്കാരിൽ നിന്നും ചായ കുടിച്ചത് UPI പ്ലാറ്റ്ഫോം വഴി പണം നൽകിക്കൊണ്ടാണ്. അതാണ് ലോകത്തിൽ ഇന്ന് ഇന്ത്യ ഉണ്ടാക്കിയിരിക്കുന്ന പ്രഭാവം. ഇന്ത്യ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഭാരതത്തിലുണ്ടാകുന്ന മാറ്റം കേവലം ഇത് മാത്രമല്ല. ഫ്രാൻസിൽ നടന്ന ആഗോള AI സബ്മിറ്റിൽ ഫ്രാൻസിനൊപ്പം അതിൻ്റെ അധ്യക്ഷ സ്ഥാനം അലങ്കരിച്ചത് ഭാരതമാണ്. ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഇന്നത്തെ ഈ ടെക്നോളജിയുടെ കാലത്ത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ആഗോള ഉച്ചകോടിയിൽ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്നത് ഭാരതമാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഇന്നത്തെ നൂറ്റാണ്ടിൽ ഭാരതം കൂടുതൽ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, ഇങ്ങനൊരു കാലമുണ്ടായിരുന്നു. മുൻകാലങ്ങളിൽ ഭാരതത്തിൽ തീവ്രവാദ പ്രവർത്തനം എന്നത് നിരന്തരമായി നടക്കുന്ന ഒരു കാര്യമായിരുന്നു. തീവ്രവാദികൾ യഥേഷ്ടം ഭാരതത്തിലേക്ക് വരുന്നു, അവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് ബോംബ് വെക്കുന്നു, സ്ഫോടനം ഉണ്ടാക്കുന്നു, ആളുകളെ കൊല്ലുന്നു, തിരിച്ചു പോകുന്നു. അപ്പോഴും നമ്മൾ സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകളായി അവരെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. എന്നാൽ ഇന്ന് കാലം മാറിയിരിക്കുന്നു. ഉറുക്ക് ശേഷം നമ്മൾ സർജിക്കൽ സ്ട്രൈക്ക് നടത്തി അത് ലോകത്തിന് കാണിച്ചു കൊടുത്തു. നമ്മുടെ കരസേന ഉപയോഗിച്ചുകൊണ്ട് POKയിലെ ടെററിസ്റ്റ് ക്യാമ്പുകൾ ഭാരതം നശിപ്പിച്ചു. പുൽവാമ ആക്രമണത്തിന് ശേഷം നമ്മൾ ബാലക്കോട്ട് എയർ സ്ട്രൈക്ക് നടത്തി വായുസേന ഉപയോഗിച്ചുകൊണ്ട്. എയർ സ്ട്രൈക്കിലൂടെ നമ്മൾ ബാലക്കോട്ട് ടെററിസ്റ്റുകളുടെ ആസ്ഥാനം തകർത്തു. പഹൽഗാമിന് ശേഷം ഓപ്പറേഷൻ സിന്ദൂർ വഴി പാകിസ്ഥാനിലേക്ക് 170 കിലോമീറ്റർ അപ്പുറം കടന്ന് നമ്മൾ നോ കോണ്ടാക്ട് വാർ നടത്തി. മിസൈലിലൂടെ മാത്രം നമ്മുടെ പ്രഹരശേഷി അവർക്കും ലോകത്തിനും ബോധ്യപ്പെടുത്തി കൊടുത്തു. ലഷ്കർ-ഇ-തൊയ്ബയുടെയും ജെയ്ഷെ മുഹമ്മദിന്റെയും ബഹവാൽപൂരിലെയും ഉറീദിലെയും അവരുടെ ഫാക്ടറി തന്നെ നമ്മൾ തകർത്ത് കളഞ്ഞു. ഗ്രാജ്വലി നമ്മൾ ലോകത്തെ ബോധ്യപ്പെടുത്തിയ ഇതാണ്, നമ്മൾ ഒരു തരത്തിലും തീവ്രവാദ ആക്രമണത്തിനെതിരെ തലകുനിക്കാൻ താല്പര്യപ്പെടുന്നില്ല. എൻ്റെതായ ഭാഷയിൽ അതിനെക്കുറിച്ച് കുറച്ചുകൂടി ലളിതമായി പറഞ്ഞാൽ, ബഹാവൽപൂരിലെ ജെയ്ഷെ മുഹമ്മദിന്റെ ആസ്ഥാനത്തെ സുബാനുള്ള എന്നാണ് വിളിച്ചിരുന്നത്. അവിടെ നിന്ന് അവർ തീവ്രവാദികളെ അയച്ച് ഭാരതത്തിൽ എവിടെയും, ഡൽഹി, മുംബൈ, കൽക്കത്ത, വാരണാസി, സൂററ്റ്, ഗുവാഹട്ടി, ലക്നൗ, കാൺപൂർ, ഫൈസലാബാദ്, ഭാരതത്തിലെ ഏത് മുക്കിലും മൂലയിലുമാണ് സ്ഫോടനങ്ങൾ ഇല്ലാതിരുന്നത്. റെയിൽവേ സ്റ്റേഷനിലാവട്ടെ, ബസ് സ്റ്റേഷനിലാവട്ടെ, ബസ്സിനുള്ളിലാകട്ടെ, ട്രെയിനിനുള്ളിലാകട്ടെ, എല്ലായിടത്തും അവർ സ്ഫോടനം നടത്തിയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ബഹാവൽപൂരിലെ ക്യാമ്പിൽ നിന്നും തീവ്രവാദികളെ അയച്ച് ഭാരതത്തിൽ ഇത്തരം സ്ഫോടനങ്ങൾ നടത്തിയതിനു ശേഷം അവിടെ ഇരുന്നു കൊണ്ട് അവർ സുബാനല്ല എന്ന് പറയുമായിരുന്നു. എന്നാൽ കാലം ഇപ്പോൾ ഇങ്ങനെ മാറിയിരിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട തീവ്രവാദി ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ 14 പേരെയും ഭാരതത്തിലെ സൈനികർ കൊലപ്പെടുത്തി, എന്നെയും കൂടെ കൊന്നിരുന്നെങ്കിൽ എന്ന് നിലവിളിക്കുന്നത് നിങ്ങൾ കേട്ടു. മുമ്പ് സുബാനല്ല എന്ന് പറഞ്ഞ് ഭാരതത്തിൽ നടക്കുന്ന തീവ്രവാദ പ്രവർത്തനങ്ങളെ ആഘോഷിച്ചിരുന്ന ആളുകൾ ഇന്ന് യാ അല്ലാ എന്ന് പറഞ്ഞ് നിലവിളിക്കുകയാണ്. അതാണ് മാറ്റം. നോക്കൂ, ഇതെല്ലാം ഞാൻ കഴിഞ്ഞ കാലത്തെക്കുറിച്ചാണ് പറയുന്നത്. എന്നാൽ ഇനി വരാൻ പോകുന്ന കാലം എന്താണ്, അതിനെക്കുറിച്ചും ഞാൻ വ്യക്തമായി പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ യഥാർത്ഥമായി തന്നെ ചിന്തിച്ചു നോക്കൂ, ലോകത്തിൽ എന്ത് മാറ്റമാണ് വരാൻ പോകുന്നതെന്ന്. ഞാൻ അതിനെക്കുറിച്ച് വ്യക്തമാക്കുമ്പോൾ 1991 സോവിയറ്റ് യൂണിയന്റെ തകർച്ച കാലഘട്ടത്തെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് ശേഷം ലോകം ഇങ്ങനെ വിധി എഴുതിയിരുന്നു, അമേരിക്കൻ മോഡൽ
അതായത് ഫ്രീ എക്കോണമി, ഗ്ലോബലൈസേഷൻ, ക്യാപിറ്റൽ മാർക്കറ്റ്, പിന്നെ ഫ്രീ ഡെമോക്രസിയും. മനുഷ്യരാശിയുടെ ഭാവിക്ക് വേണ്ടി എല്ലാം നല്ലതായി ഭവിച്ചിരിക്കുന്നു, എല്ലാം നല്ലതായി അവസാനിച്ചിരിക്കുന്നു എന്നാണ് അന്ന് വിധി എഴുതിയത്. ഫ്രാൻസിസ് എന്നു പേരുള്ള ഒരു എഴുത്തുകാരുണ്ടായിരുന്നു. അദ്ദേഹം 1992 ഒരു പുസ്തകം എഴുതിയിരുന്നു. അതിൻ്റെ പേരാണ് എൻഡ് ഓഫ് ദ ഹിസ്റ്ററി ഇൻ ദ ലാസ്റ്റ് മാൻ. അതായത് അവർ പറഞ്ഞു വെച്ചത് ചരിത്രം അവസാനിച്ചു കഴിഞ്ഞു എന്നാണ്, ഇനി മുമ്പോട്ടുള്ളത് അമേരിക്കൻ മോഡലാണ് എന്നാണ് അവർ വിശ്വസിച്ചിരുന്നത്. എന്നാൽ ഇന്നെനിക്ക് പറയാൻ കഴിയും, ജനുവരി 1, 1995 WTO സ്ഥാപിച്ചു. അമേരിക്ക കരുതിയത് ഭാരതത്തിൻ്റെയും ചൈനയുടെയും ജനസംഖ്യ ഉപയോഗപ്പെടുത്തി അവരുടെ രാജ്യങ്ങളുടെ കമ്പനികൾക്ക് വളരെ വലിയ വളർച്ച ഉണ്ടാക്കാൻ കഴിയുമെന്നായിരുന്നു. പക്ഷേ എന്നാൽ സംഭവിച്ചതെന്താണ്? തലതിരിഞ്ഞുപോയി. ചൈന സാമ്പത്തിക രംഗത്ത് സൂപ്പർ പവറായി മാറി, ഭാരതവും വളർന്നു വരുന്ന സാമ്പത്തിക ശക്തിയായി മാറി. എനിക്ക് ഇന്നിവിടെ വ്യക്തമായി പറയാൻ കഴിയും, ഇത് ബിഗിനിങ് ഓഫ് ദി എൻഡ് ഓഫ് ഗ്ലോബലൈസേഷൻ ആണ്. ഞാൻ പറഞ്ഞത് കേട്ട് ചിലർക്ക് അതിശയം തോന്നുന്നുണ്ടാകും, പക്ഷേ ഞാൻ ഉറപ്പിച്ചു പറയുന്നു, എനിക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും, ഇന്നത്തെ കാലം എന്നത് ഗ്ലോബലൈസേഷന്റെ അവസാനത്തിന്റെ തുടക്കമാണ്. വെറും 30 വർഷം കൊണ്ടാണ് ഇത് സംഭവിച്ചത്. നിങ്ങൾ ലോകം മുഴുവനും നോക്കൂ. കോളനിവൽക്കരണം വെറും 200 വർഷമാണ് ഈ ലോകത്തുണ്ടായിരുന്നത്. ആ സമയത്താണ് നമ്മൾ അടിമത്തം അനുഭവിച്ചത്. ലോകമാകെ കമ്മ്യൂണിസം നിലനിന്നത് 75 വർഷത്തിൽ താഴെ മാത്രമാണ്. സോവിയറ്റ് യൂണിയൻ 1917 ഉണ്ടായി, 1991 ഖതം, തീർന്നു. അമേരിക്ക സ്വപ്നം കണ്ട ഗ്ലോബലൈസേഷൻ 30-35 വർഷം കൊണ്ട് തന്നെ തകർന്ന് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഗ്ലോബലൈസേഷൻ അവർ കൊണ്ടുവന്നത് അമേരിക്കയ്ക്ക് വേണ്ടിയിട്ടാണെങ്കിലും അതിൻ്റെ ഗുണമുണ്ടായത് ഭാരതത്തിനാണ്. ഇപ്പോൾ ഞാൻ പറയുന്നു, അമേരിക്ക കൊണ്ടുവരുന്ന ഈ താരിഫ് വാറും ഗുണപ്രദമാകാൻ പോകുന്നത് ഭാരതത്തിന് തന്നെയാണ്. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും എങ്ങനെയെന്ന്. ഇനി ഫ്രീ ട്രേഡ് അഗ്രിമെന്റ്സ് വരാൻ പോവുകയാണ് രാജ്യങ്ങൾ തമ്മിൽ. ഭാരതം ഓസ്ട്രേലിയയുമായി കരാറുണ്ടാക്കി, ബ്രിട്ടനുമായി കരാറുണ്ടാക്കി, UAE-യുമായി നേരിട്ട് കരാറുണ്ടാക്കി. രാജ്യങ്ങൾ തമ്മിലുണ്ടാക്കുന്ന ഈ ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് നിയന്ത്രിക്കാൻ മറ്റൊരു രാജ്യത്തിനും കഴിയില്ല. ഒബ്വിയസ്ലി അതൊരു മൾട്ടി പോളർ വേൾഡ് ട്രേഡിലേക്കാണ് വളർന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ചോദിക്കും, ആരായിരിക്കും ഈ മൾട്ടി പോളർ വേൾഡിൽ നേട്ടമുണ്ടാക്കാൻ പോകുന്നതെന്ന്. ഞാൻ പറയും ഇന്ത്യയാണെന്ന്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, എങ്ങനെയാണ് ഇന്ത്യ ഈ മൾട്ടി പോളർ വേൾഡിൽ നേട്ടമുണ്ടാക്കുന്നതെന്ന്. നിങ്ങളുടെ ആ കൺഫ്യൂഷൻ ഇല്ലാതാക്കുന്നതിന് വേണ്ടി ചില ഫാക്റ്റുകൾ മാത്രം പറയാം. അത് കേട്ട് കഴിഞ്ഞ് നിങ്ങൾ സ്വയം ചിന്തിച്ചെടുക്കുക, എങ്ങനെയാണ് ഭാരതം നേട്ടമുണ്ടാക്കുന്നതെന്ന്. നോക്കൂ, ഇപ്പോൾ തന്നെ അമേരിക്ക നാറ്റോ സഖ്യരാജ്യങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു, സ്വന്തം ഡിഫൻസ് എക്യുപ്മെന്റ് 5% വർദ്ധിപ്പിക്കണമെന്ന്. ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളുടെ മുമ്പിലുള്ള വഴി എന്താണ്? അവർക്ക് അവരുടെ സ്വന്തം പണം ചെലവഴിച്ചുകൊണ്ട് എല്ലാ രാജ്യങ്ങളും 5% ഡിഫൻസ് എക്യുപ്മെന്റ് പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. തീർച്ചയായും സാമ്പത്തികമായി അത് അവർക്കൊരു വെല്ലുവിളി തന്നെയാണ്. യൂറോപ്യൻ രാജ്യങ്ങൾക്ക് മറ്റൊരു വെല്ലുവിളി കൂടിയുണ്ട്. ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി അങ്ങനെയുള്ള വലിയ രാജ്യങ്ങൾ ഒഴിവാക്കിയാൽ ബാക്കിയുള്ള ചെറിയ ചെറിയ രാജ്യങ്ങളിൽ ചിലരുടെ കയ്യിൽ ചിലതുണ്ട്, മറ്റു ചിലരുടെ കയ്യിൽ മറ്റു ചിലതുണ്ട്. എല്ലാം സ്വന്തമായുള്ള രാജ്യങ്ങൾ യൂറോപ്പിൽ കുറവാണ്. യൂറോപ്യൻ രാജ്യങ്ങളിലെ ലേബർ റേറ്റ് വളരെ കൂടുതലാണ്. അവർ അമേരിക്കൻ താരിഫ് ഒഴിവാക്കുന്നതിന് വേണ്ടി അവരുടെ സ്ഥാപനങ്ങളെ അമേരിക്കയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ പോലും അമേരിക്കയിലെ ലേബർ ഫോഴ്സിനെ ഉപയോഗിക്കാൻ കഴിയില്ല. കാരണം രണ്ടിനും റേറ്റ് കൂടുതലാണ്. അവരുടെ മുമ്പിൽ 2 ഓപ്ഷനേ ഉള്ളൂ. ഒന്നുകിൽ അവരുടെ സ്ഥാപനങ്ങൾ അവർ ഇന്ത്യയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ചൈനയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക. ചൈനയെ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് വലിയ വിശ്വാസമില്ല. അതുകൊണ്ട് തന്നെ ബൈ ഡിഫോൾട്ട് അവരുടെ നിക്ഷേപങ്ങൾ, അവരുടെ കമ്പനികൾ ഇന്ത്യയിലേക്ക് തന്നെയാണ് വരാൻ പോകുന്നത്. നോക്കൂ, ഞാനിത് വെറുതെ അങ്ങ് പറയുകയല്ല, ഞാൻ ഉദാഹരണം കൂടി പറയാം. റഫാൽ ഫൈറ്റർ ജെറ്റുകൾ ഉണ്ടാക്കുന്ന ഡസാൾട്ട് ഏവിയേഷൻ എന്ന ഫ്രഞ്ച് കമ്പനി തന്നെ അവർക്ക് വേണ്ട ചില സ്പെയർ പാർട്സുകൾ ഉണ്ടാക്കാനുള്ള കരാർ ടാറ്റ ഡിഫൻസ് സർവീസസിനാണ് നൽകിയത്. ഭാരതത്തിന്റെ വളർച്ച തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. യൂറോപ്പിന്റെ കയ്യിൽ എന്താണുള്ളത്? യൂറോപ്പിന്റെ കയ്യിൽ ടെക്നോളജി ഉണ്ട്, അവരുടെ കയ്യിൽ ലോജിസ്റ്റിക്സും ഉണ്ട്, ആവശ്യത്തിന് പണവുമുണ്ട്. പക്ഷേ മാൻ പവർ ഇല്ല, മാനവവിഭവശേഷിയില്ല. മാൻ പവർ അവർക്ക് ഔട്ട്സോഴ്സ് ചെയ്തേ മതിയാകൂ, പുറത്തു നിന്ന് കണ്ടെത്തിയേ മതിയാകൂ. ഇനി ഞാൻ അമേരിക്കയെക്കുറിച്ചും ചൈനയെക്കുറിച്ചും ചില ഡേറ്റകൾ മാത്രം നിങ്ങൾക്ക് മുമ്പിൽ വെക്കുന്നു. അമേരിക്കയെക്കുറിച്ചുള്ള 2 ഡേറ്റയും ചൈനയെക്കുറിച്ചുള്ള 2 ഡേറ്റയും ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വെക്കാം. അതിനുശേഷം നിങ്ങൾക്ക് സ്വയം ആലോചിച്ച് തീരുമാനിക്കാം എങ്ങനെയാണ് ഭാരതം ഈ വെല്ലുവിളികളെ നേരിട്ട് വളരാൻ പോകുന്നതെന്ന്. ഭാരതത്തിന്റെ സാധ്യത എന്താണെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും. അമേരിക്കയിൽ എല്ലാം ഇന്ന് വ്യക്തി കേന്ദ്രീകൃതമാണ്. അവിടെ വ്യക്തികളാണ്, കമ്പനികളാണ് വളരുന്നത്. ഭാരതത്തിലും അത്തരം സംസ്കാരം വളർന്നു വരുന്നുണ്ട്. ഒരു വീട്ടിലെ തന്നെ അച്ഛനും മക്കളും തമ്മിൽ മത്സരിക്കുക, ഭാര്യയും ഭർത്താവും തമ്മിൽ മത്സരിക്കുക, സഹോദരന്മാർ തമ്മിൽ മത്സരിക്കുക, കോടതിയിൽ പോയി സർക്കാരിനെതിരെയും മത്സരിക്കൂ. നിങ്ങൾക്ക് സർക്കാരിനെയും എതിർക്കാനുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്, ന്യായങ്ങളുണ്ട് എന്ന് പറഞ്ഞ് കോടതിയിൽ പോയി എതിർക്കുക. അങ്ങനെ അവരവരുടെ ഇൻഡിവിജ്വൽ ഐഡന്റിറ്റി വളർത്താൻ വേണ്ടിയുള്ള ശ്രമമാണ് എല്ലായിടത്തും നടക്കുന്നത്. ഇന്ന് ലോകം തന്നെ അങ്ങനെയാണ്. ആ സംസ്കാരം നിങ്ങളെ എന്താണ് പഠിപ്പിച്ചത്? നിങ്ങളെ ഇപ്പോൾ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: അച്ഛനും അമ്മയും എന്തെങ്കിലും പറഞ്ഞാൽ പോലും നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ഡിഗ്നിറ്റി ഉണ്ടായിരിക്കണം, നിങ്ങൾ അവരെ ചലഞ്ച് ചെയ്യണം. ഇതാണ് ഇന്ന് പഠിപ്പിക്കുന്നത്. പക്ഷേ സ്വന്തം കുടുംബത്തിൽ അമ്മയെയും അച്ഛനെയും സഹോദരങ്ങളെയും എതിർക്കുന്ന അതേ നിങ്ങൾ തന്നെ ഏതെങ്കിലും കമ്പനിയിൽ ജോലി ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ഉപദേശം എന്താണ്? നിങ്ങൾക്ക് മുമ്പിൽ 2 ഓപ്ഷൻ മാത്രമേ ഉള്ളൂ.
ഒന്ന്, നിങ്ങൾ ബോസിനെ അനുസരിക്കുക. രണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും ആശയക്കുഴപ്പം ഉണ്ടാകുകയാണെങ്കിൽ ഒന്നാമത്തെ റൂൾ തന്നെ പിന്തുടരുക, അതായത് ബോസിനെ അനുസരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അവർ പറഞ്ഞു തരുന്നത് നിങ്ങൾക്കൊരു കമ്പനിയിൽ തുടരണമെങ്കിൽ നിങ്ങൾക്ക് ആ കമ്പനിയുടെ സംസ്കാരം ഫോളോ ചെയ്യേണ്ടി വരുമെന്നാണ്. പക്ഷേ അതേ ആളുകൾ തന്നെ നിങ്ങളോട് പറഞ്ഞത് നിങ്ങളുടെ കുടുംബത്തിലെ സംസ്കാരം നിങ്ങൾ പിന്തുടരേണ്ടതില്ല എന്നുമാണ്. അതിനുശേഷം നിങ്ങളെ ഇതും പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ബോസ് നിങ്ങളെ എത്ര ചീത്ത വിളിച്ചാലും എത്ര വഴക്ക് പറഞ്ഞാലും നിങ്ങളത് കേട്ടുകൊണ്ട് പഞ്ചപുച്ഛമടക്കി നിൽക്കണം. കാരണം അത് കമ്പനിയുടെ കൾച്ചറാണ്, നിങ്ങളത് ഫോളോ ചെയ്യണമെന്ന്. നമുക്ക് കോൺട്രാക്ട് ലഭിക്കണമെങ്കിൽ, നമുക്ക് ശമ്പളം ലഭിക്കണമെങ്കിൽ നമ്മൾ അവരുടെ ചീത്തവിളി കേട്ടുകൊണ്ടിരിക്കണം. ആ ദേഷ്യമെല്ലാം കുടുംബത്തിൽ വന്ന് അച്ഛനോടും അമ്മയോടും സഹോദരങ്ങളോടും ഭാര്യയോടും മക്കളോടും തീർക്കുക. ഈ ചിന്താഗതി എന്താണ്? ഈ ചിന്താഗതി എവിടെ നിന്നാണ് വരുന്നത്? ഒരു ചെറിയ കുപ്പി വെള്ളത്തിന് പോലും നിങ്ങൾക്ക് 10 രൂപ കൊടുക്കേണ്ടി വരുന്നു. അതേസമയം ഫേസ്ബുക്ക് ഫ്രീ ആണ്, ഇൻസ്റ്റഗ്രാം ഫ്രീ ആണ്, വാട്സാപ്പും ഫ്രീ ആണ്. ഇന്റർനെറ്റിന് വേണ്ട പണം മാത്രം മുടക്കിയാൽ മതി. എന്തുകൊണ്ടാണ് അവർ നിങ്ങളിൽ നിന്ന് പണം ഈടാക്കാത്തത്? കാരണം നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കാനുള്ള അധികാരം അവർ നേടുന്നുണ്ട്. അതാണ് അവരുടെ കൂലി. അതുകൊണ്ടാണ് അവർ ഫ്രീ ആയി തരുന്നത്. ഇത് നമ്മൾ നേരിടുന്ന വെല്ലുവിളിയാണ്. ഇതിൻ്റെ മറ്റൊരു തരത്തിലുള്ള വെല്ലുവിളി അമേരിക്കയിലെ സമൂഹം നേരിടുന്നുണ്ട്. റൊണാൾഡ് റീഗന്റെ കാലത്ത് 1980-ലാണ് അമേരിക്കയിൽ സോഷ്യൽ സെക്യൂരിറ്റി സ്കീം നിലവിൽ വന്നത്. ആ സമയത്ത് മിൽട്ടൺ ഫ്രിഡ്മൻ എന്ന ഒരു പ്രശസ്തനായ എക്കണോമിസ്റ്റ് ഇങ്ങനെ പറഞ്ഞിരുന്നു. 1982-ൽ അദ്ദേഹം അമേരിക്കൻ ഗവൺമെന്റിനെ വാൺ ചെയ്തിരുന്നു, ഒരിക്കലും ഇത് നടപ്പിലാക്കരുത് എന്ന്. അദ്ദേഹം ഉപയോഗിച്ച വാക്കിതാണ് ഡോണ്ട് നാഷണലൈസ് ദ ഫാമിലി. അതായത് അമേരിക്കയിലെ കുടുംബങ്ങളുടെ ഉത്തരവാദിത്തം ഗവൺമെന്റ് ഏറ്റെടുക്കാൻ പോവുകയാണെങ്കിൽ അതിൻ്റെ അനന്തരഫലം സാമ്പത്തിക തകർച്ചയായിരിക്കും. നോക്കൂ, ഇന്ന് 2024-ൽ അമേരിക്കയുടെ ചരിത്രത്തിൽ ആദ്യമായി സോഷ്യൽ സെക്യൂരിറ്റി സ്കീമിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കുടുംബങ്ങളുടെ എണ്ണം 50% അതായത് അമേരിക്കയിൽ പ്രായമായവരുടെ എണ്ണം കൂടിക്കൊണ്ടേയിരിക്കുന്നു എന്നാണ് അർത്ഥം. 50% കടന്നിരിക്കുന്നു എന്നാണ് അർത്ഥം. വരുന്ന 10 വർഷത്തിനുള്ളിൽ അമേരിക്കയിൽ സോഷ്യൽ സെക്യൂരിറ്റി ആശ്രയിച്ച് കഴിയുന്ന കുടുംബങ്ങളുടെ എണ്ണം വളരെ വലിയ രീതിയിൽ വർദ്ധിക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, കഴിഞ്ഞ വർഷം ഫ്രാൻസിൽ നടന്ന ഒരു സമരം. സർക്കാർ ഉദ്യോഗസ്ഥരുടെ പെൻഷൻ പ്രായം 2 വർഷം വർദ്ധിപ്പിച്ചു എന്നതിൻ്റെ പേരിലാണ് അവിടെ സമരം ഉണ്ടായത്. അതേസമയം 2 വർഷം കൂടി പെൻഷൻ പ്രായം വർദ്ധിപ്പിച്ചത് ഭാരതത്തിലാണെങ്കിൽ ഭാരതത്തിലുള്ളവർ സന്തോഷിക്കും. കാരണം അമേരിക്കയിലെയും യൂറോപ്യൻ രാജ്യങ്ങളുടെയും നിയമപ്രകാരം സോഷ്യൽ സെക്യൂരിറ്റി പ്രകാരം വീട്ടിൽ നിന്ന് പണം ലഭിക്കുമ്പോൾ എന്തിനാണ് അതിനുവേണ്ടി 2 വർഷം അധികം ജോലി ചെയ്യുന്നത് എന്നാണ് അവിടെ ചിന്തിക്കുന്നത്. അതാണ് വ്യത്യാസം. ഏറ്റവും പുതിയ സാമ്പത്തിക സ്ഥിതിവിവര റിപ്പോർട്ട് പ്രകാരം വരുന്ന 20-30 വർഷത്തിനുള്ളിൽ അമേരിക്കയുടെ സോഷ്യൽ സെക്യൂരിറ്റി ലയബിലിറ്റി എന്ന് പറയുന്നത് 60 മുതൽ 62 ട്രില്യൺ ഡോളർ ആയിരിക്കുമെന്നാണ്. അതായത് നിലവിലെ അമേരിക്കയുടെ GDP-യുടെ 2 ഇരട്ടി. എത്ര വലിയ സാമ്പത്തിക അസ്ഥിരതയിലേക്കാണ് അമേരിക്ക പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി അമേരിക്ക നേരിടാൻ പോകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വെല്ലുവിളി കൂടി ഞാൻ പറയാം. അമേരിക്കയിലെ ആകെ പോപ്പുലേഷൻ എത്രയാണ്? 33 കോടി. അമേരിക്കയിലുള്ള തോക്കുകളുടെ എണ്ണം എത്രയാണെന്നറിയുമോ? 39 കോടി. ഞാൻ എൻ്റെ നേട്ടം, എൻ്റെ വളർച്ച എന്ന് മാത്രം ചിന്തിക്കുന്ന ഈ സ്വാർത്ഥ ലോകത്തിൽ 33 കോടി ആളുകളുടെ കയ്യിൽ 39 കോടി തോക്കുകൾ ഉണ്ടായാൽ വരുന്ന 25 വർഷത്തിനുള്ളിൽ ഇത്രയും വലിയ സാമ്പത്തിക അസ്ഥിരത അമേരിക്ക നേരിടാൻ പോകുമ്പോൾ അവിടുത്തെ അവസ്ഥ എന്തായിരിക്കുമെന്ന് നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ. ഇനി നമുക്ക് ചൈനയിലേക്ക് വരാം. ചൈനയുടെ സാമ്പത്തിക ശേഷി വളരെ വലുതാണ്. അവർ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയുള്ള ഒന്നാണ്. പക്ഷേ ഞാൻ നിങ്ങൾക്ക് ചിന്തിക്കുന്നതിന് വേണ്ടി ഒരു കാര്യം മുമ്പോട്ട് വെക്കാം. ചൈന വൺ ചൈൽഡ് പോളിസി കൊണ്ടുവന്നത് 1978-ലാണ്. ഗവൺമെന്റ് തന്നെ പറയുന്നത് ആ നിയമം അവർ ശക്തമായി ജനങ്ങൾക്കിടയിൽ നടപ്പിലാക്കിയെന്നാണ്. ചൈനീസ് ഗവൺമെന്റ് അവകാശപ്പെടുന്നത് പോലെ അവർ ഈ പോളിസി അത് വിജയകരമായി പൂർത്തിയാക്കിയെങ്കിൽ എങ്ങനെയാണ് കഴിഞ്ഞ 40 വർഷമായി ചൈനയ്ക്ക് ജനസംഖ്യയിൽ 11% വർധനവ് രേഖപ്പെടുത്താൻ കഴിയുന്നത്? ഇന്ത്യയിലെ ജനസംഖ്യാ വർധനവിന് സമാനമായാണ് ചൈനയിലും ജനസംഖ്യാ വർധനവ് രേഖപ്പെടുത്തുന്നത്. 40-50 വർഷമായി ഭാരതത്തിലെ പോലെ തന്നെ ചൈനയിലും ജനസംഖ്യ വളരുകയാണ്. അതെങ്ങനെയാണ് സംഭവിക്കുക? അങ്ങനെയെങ്കിൽ ഏത് ഡേറ്റയിലാണ് ചൈന കള്ളം പറയുന്നത്? രണ്ടിൽ ഏതെങ്കിലും ഒന്ന് കള്ളമാണ്. ഞാൻ ഒരു കൺക്ലൂഷനിലേക്കും എത്തുന്നില്ല. ഞാൻ ആ ചോദ്യം നിങ്ങൾക്ക് വിട്ടു തരികയാണ്. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ. പക്ഷേ ഈ ലോകത്ത് ഇങ്ങനൊരു തിയറി ഉണ്ട്. ചൈനയിലെ അഭൂതപൂർവമായ ജനസംഖ്യാ വർധനവ് എന്നത് എക്സാഗ്രേറ്റഡായ കണക്കാണെന്ന്. സിംഗിൾ ചൈൽഡ് പോളിസി കർശനമായി നടപ്പിലാക്കിയിട്ടുണ്ടെങ്കിൽ ചൈനയിലെ ജനസംഖ്യ 100 കോടിയിൽ താഴെ ആയിരിക്കുമെന്നാണ് ആ തിയറി പറയുന്നത്. രണ്ടാമതൊരു കാര്യം കൂടി, നമ്മുടെ ഭാരതത്തിൽ സാമ്പത്തിക മാന്ദ്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ എപ്പോഴും പറയാറുണ്ട് നമുക്ക് 140 കോടി ജനസംഖ്യ ഉണ്ടായതുകൊണ്ട് തന്നെ ഇന്ത്യക്കുള്ളിൽ തന്നെ വിറ്റഴിക്കാൻ കഴിയും, ആ രീതിയിൽ ഇന്ത്യക്ക് പിടിച്ചേൽക്കാൻ കഴിയുമെന്ന് പറയാറുണ്ട്. ഇന്ത്യയേക്കാൾ വളരെ മികച്ച സാമ്പത്തിക സ്ഥിതിയിലുള്ള രാജ്യം, ഇന്ത്യയേക്കാൾ വളരെ മികച്ച മിഡിൽ ക്ലാസ് ആണ് ചൈനയിലുള്ളത്. പക്ഷേ എന്നിട്ടും എന്തുകൊണ്ടാണ് ചൈനയ്ക്കുള്ളിൽ പർച്ചേസിംഗ് പവർ കുറയുന്നത്? എന്തുകൊണ്ടാണ് അവരുടെ സാമ്പത്തിക മേഖലയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് കയറ്റുമതിയിലാണെന്ന് പറയുന്നത്? നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. മറ്റൊരു കാര്യം, ചൈനീസ് എക്കണോമിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത് റിയൽ എസ്റ്റേറ്റ് മേഖലയാണ്. പക്ഷേ ചൈനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും വലിയ റിയൽ എസ്റ്റേറ്റ് കമ്പനി 2024-ൽ ബാങ്ക്രപ്റ്റ് ആയിരിക്കുകയാണ്.
മാത്രമല്ല, നിങ്ങളിൽ പലരും ചൈനയിലെ ഗോസ്റ്റ് ടൗണിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. ചൈനയിലെ 26 റെയിൽവേ സ്റ്റേഷനുകളിലേക്ക് ഒരു ട്രെയിൻ പോലും പോകുന്നില്ല, ഒരാൾ പോലും സഞ്ചരിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അതായത് ചൈനീസ് എക്കണോമിയുടെ 30% കൈവശം വെച്ചിരിക്കുന്നു എന്ന് പറയപ്പെടുന്ന റിയൽ എസ്റ്റേറ്റ് മേഖല ഇത്രയും തകർച്ചയിലാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് അവർ പറയുന്നത് നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നത്? ഇതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, അമേരിക്കയുടെയും ചൈനയുടെയും ഞാൻ ഈ പറഞ്ഞ 2 ഡേറ്റകളും നിങ്ങൾ താരതമ്യം ചെയ്ത് നോക്കുക. അമേരിക്കയുടെ അവസ്ഥ എന്താണ്, ചൈനയുടെ അവസ്ഥ എന്താണ് എന്ന് നിങ്ങൾ തന്നെ മനസ്സിലാക്കുക. അതിനുശേഷം ഭാരതത്തിൻ്റെ സാധ്യതകളെക്കുറിച്ച് പഠിക്കുക. ഇതുകൂടാതെ യൂറോപ്യൻ രാജ്യങ്ങളിൽ മറ്റൊരു വെല്ലുവിളി കൂടിയുണ്ട്, ഡെമോഗ്രഫി. ഒരു മാധ്യമ റിപ്പോർട്ട് പ്രകാരം യൂറോപ്യൻ രാജ്യങ്ങളിൽ 20 വയസ്സിൽ താഴെയുള്ള യുവാക്കളിൽ 25% മുസ്ലിം വിഭാഗത്തിലുള്ളവരാണ്. അതും കുടിയേറിയ മുസ്ലിം ചെറുപ്പക്കാർ. ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഒരു ചിത്രം വെക്കുന്നേ ഉള്ളൂ. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ, 10-20 വർഷം കഴിയുമ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന്. വരുന്ന 10-20 വർഷങ്ങൾ കഴിയുമ്പോൾ അമേരിക്കയും ചൈനയും യൂറോപ്യൻ രാജ്യങ്ങളും എന്തൊക്കെ വെല്ലുവിളികളാണ് നേരിടാൻ പോകുന്നതെന്ന് നിങ്ങൾ തന്നെ മനസ്സിലാക്കിയാൽ മതി. അതിനോടൊപ്പം തന്നെ ഇനി മനസ്സിലാക്കേണ്ടത് ഭാരതത്തിൻ്റെ വെല്ലുവിളികൾ എന്താണെന്നാണ്. ഞാൻ നിങ്ങളോട് വളരെ വ്യക്തമായി പറഞ്ഞല്ലോ, ഭാരതത്തിന് പുറത്തു നിന്ന് ആരെയും ഭയക്കേണ്ടതിൻ്റെ കാര്യമില്ല. ഭാരതം അക്കാര്യത്തിൽ ശക്തം തന്നെയാണ്. ഭാരതം ഭയക്കേണ്ടത് ഭാരതത്തിൻ്റെ ഉള്ളിലുള്ളവരെയാണ്. നിർഭാഗ്യമെന്ന് പറയട്ടെ, നമ്മുടെ രാജ്യത്ത് ഒരുപാട് ആളുകളുണ്ട് ഭാരതം മറ്റു രാജ്യങ്ങളെക്കാൾ മുൻപോട്ട് വളരരുത് എന്നാഗ്രഹിക്കുന്നവർ. ഭാരതത്തിൻ്റെ തകർച്ച ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി മത്സരിക്കുന്ന ആളുകൾ ഭാരതത്തിലുണ്ട്. അതും ഞാൻ വളരെ വ്യക്തമായ ഡേറ്റകളുടെ അടിസ്ഥാനത്തിൽ തന്നെ നിങ്ങൾക്ക് മുമ്പിൽ വെക്കാൻ ആഗ്രഹിക്കുന്നു. മനഃപൂർവ്വം പ്ലാൻ ചെയ്ത് ചില ആളുകൾ ഭാരതത്തെ തുക്കടയാക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നുണ്ട്. 2016 ഒക്ടോബറിൽ പാകിസ്ഥാനിലെ സെനറ്റിൽ ചർച്ച ചെയ്ത് അവർ പുറത്തുവിട്ട ഒരു റിപ്പോർട്ടുണ്ട്, പോളിസി ഓൺ റീസെന്റ് ഡെവലപ്മെന്റ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ. അതാണ് ആ റിപ്പോർട്ട്. ആ റിപ്പോർട്ടിൻ്റെ പോയിന്റ് നമ്പർ 8ഉം 9ഉം നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് തന്നെയാണ്. 8-9 വർഷം മുമ്പുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. 2016 റിപ്പോർട്ടാണിത്. അവർ പറയുന്നത് ഇന്ത്യയുടെ ഫോൾട്ട് ലൈൻസ് നമുക്ക് ടാർഗറ്റ് ചെയ്യണമെന്നാണ്. മുസ്ലിം, ക്രിസ്ത്യൻ ആൻഡ് സിഖ് ഇവരെ ടാർഗറ്റ് ചെയ്യണമെന്നാണ് പാകിസ്ഥാൻ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം അവർ പറയുന്നത് ഹിന്ദു സമൂഹത്തിനുള്ളിലുള്ള ദളിത് ആൻഡ് OBC വിഭാഗത്തെ പ്രത്യേകം ടാർഗറ്റ് ചെയ്യണമെന്നാണ്. അതിനോടൊപ്പം തന്നെ അതേ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയിലെ ഹിന്ദുത്വ രാഷ്ട്രീയവും നരേന്ദ്രമോദിയുടെ പാകിസ്ഥാൻ വിരുദ്ധ രാഷ്ട്രീയവും തകർത്ത് കളയണമെന്നാണ്. അതിനുവേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാകണമെന്നാണ് ഈ റിപ്പോർട്ട് പറയുന്നത്. പോയിന്റ് നമ്പർ 9 എന്താണെന്നറിയുമോ? പോയിന്റ് നമ്പർ 8ൽ നമ്മൾ ടാർഗറ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി നമ്മൾ ആരെയൊക്കെ സമീപിക്കണമെന്നാണ്. ഭാരതത്തിലെ മാധ്യമപ്രവർത്തകരെ, മാധ്യമങ്ങളെ, ഭാരതത്തിലെ ഒരു കൂട്ടം ബുദ്ധിജീവികളെ, അതുകൂടാതെ സ്വാധീനിക്കാൻ കഴിയുന്ന രാഷ്ട്രീയ പാർട്ടികളെയും. ഞാൻ മറ്റൊരു കാര്യം കൂടി പറയാം. 2014 ഭാരതത്തിൽ അധികാരമാറ്റം ഉണ്ടായി. പക്ഷേ ചില ആളുകൾ കരുതിയത് ഇത് വെറുമൊരു താൽക്കാലിക പ്രതിഭാസമാണ്, 2019 കോൺഗ്രസ് അധികാരത്തിൽ വരും എന്നൊക്കെയാണ്. പക്ഷേ 2019 BJP കൂടുതൽ സീറ്റുകളോടെ അധികാരത്തിൽ വന്നു. 2021 ലോകത്തിലാകെ പലയിടങ്ങളിലായി പല സെമിനാറുകൾ നടന്നു. വിഷയം ഒന്നായിരുന്നു, ആഗോള ഹിന്ദുത്വത്തെ തകർക്കുക. ഇത്തരം കോൺഫറൻസുകൾക്ക് ചുവടുപിടിച്ചിട്ടാണ് 2021 22 23 ഭാരതത്തിൽ ഇറാഡിക്കേഷൻ ഓഫ് സനാതന ധർമ്മ എന്നുള്ള ചർച്ച കൊണ്ടുവന്നത്. 2021 മാർച്ചിൽ ഒരു ഹനരി ലൂസി ഫൗണ്ടേഷൻ ഹിന്ദു ഭൂരിപക്ഷത്തെ എങ്ങനെ തകർത്ത് തരിപ്പണമാക്കി ശിഥിലമാക്കാം എന്നുള്ളതിനെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി മാത്രം $4 ലക്ഷം ചിലവാക്കിയത്. വെറും റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന് വേണ്ടി മാത്രം. പ്രൊജക്റ്റ് ആയിട്ടില്ല. അതിലെ ഒരു പ്രധാനപ്പെട്ട പോയിന്റാണ് ഹിന്ദുക്കളിൽ ജാതീയ സ്പർദ്ധ വളർത്തുക. ആ തിയറിയുടെ അടിസ്ഥാനത്തിലാണ് ഭാരതത്തിൽ കാസ്റ്റ് സെൻസസിനെ കുറിച്ചുള്ള ചർച്ചകൾ വന്നത്. ഏത് വർഷം മുതലാണ്, ഏത് പാർട്ടിയാണ് ഇവിടെ അതൊക്കെ ഉന്നയിച്ചത് എന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകുമല്ലോ. ഈ ചിന്താഗതി തെറ്റായ ആളുകളുടെ കൈവശം പോകാൻ പാടില്ല. അങ്ങനെ പോയാൽ അത് തീർച്ചയായും വലിയ ദോഷം രാജ്യത്തിനുണ്ടാക്കും എന്ന ഉത്തമ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ തന്നെ മുൻകൈയെടുത്ത് കാസ്റ്റ് സെൻസസ് നടപ്പിലാക്കാം എന്ന് തീരുമാനിച്ചത്. ഇതെല്ലാം നിങ്ങൾക്ക് സ്വയം പരിശോധിച്ച് മനസ്സിലാക്കാവുന്നതാണ്. നോക്കൂ, ഇപ്പോൾ പുതിയൊരു കാലമാണ്. ഭാരതത്തിൽ എന്തൊക്കെ രീതിയിൽ വിഘടിപ്പിക്കാൻ കഴിയുമോ അതിൻ്റെ എല്ലാം സാധ്യതകൾ ചിലർ പരിശോധിക്കുകയാണ്. കർണാടകയിൽ തന്നെയുള്ള ഒരു മന്ത്രിയാണ് പറഞ്ഞത്, നോർത്ത് ഇന്ത്യയിലുള്ളവർ കുറച്ച് ടാക്സ് കൊടുക്കുന്നുള്ളൂ, സൗത്ത് ഇന്ത്യയിലുള്ളവരാണ് കൂടുതൽ ടാക്സ് കൊടുക്കുന്നതെന്ന്. ഞങ്ങൾ സൗത്ത് ഇന്ത്യ വിഘടിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന്. നോക്കൂ അവരുടെ ചിന്താഗതി. തെലങ്കാനയിലെ മുഖ്യമന്ത്രി ബീഹാറിലെ ജനങ്ങളെക്കുറിച്ച് എന്താണ് പറഞ്ഞത്? ബീഹാറികളുടെ DNA മോശമാണ്, അവരുടേത് നല്ലതാണെന്ന്. അതുപോലെ തന്നെ തമിഴ്നാട്ടിലെ ഒരു മന്ത്രി, നമ്മൾ ഏതൊരു ജോലി ചെയ്യുന്നവരെയും തൊഴിലിന്റെ പേരിൽ വേർതിരിച്ച് കാണാൻ പാടില്ല. പക്ഷേ തമിഴ്നാട്ടിലെ ഒരു മന്ത്രി പറഞ്ഞത് ബീഹാറുകളും UP-ക്കാരും തമിഴ്നാട്ടിൽ വൃത്തിയാക്കാനുള്ള ജോലി ചെയ്യാൻ വരുന്നവരാണെന്നാണ്. ഹിന്ദിയും തമിഴും തമ്മിലുള്ള ഈ സ്പർദ്ധ 1960-കൾ മുതലേ ഉള്ളതാണെന്ന് പറയാം. പക്ഷേ മഹാരാഷ്ട്രയിൽ മറാഠിയും ഹിന്ദിയും തമ്മിൽ പ്രശ്നമുണ്ടാക്കാൻ ശ്രമിക്കുകയാണ്.
കർണാടകയിൽ കന്നഡയും ഹിന്ദിയും തമ്മിൽ പ്രശ്നം ഉണ്ടാക്കാൻ ചിലർ ശ്രമിക്കുകയാണ്. ഞാൻ ഒരു കാര്യം കൂടി മുൻകൂട്ടി പറയുകയാണ്, അടുത്ത 6 മാസത്തിനുള്ളിൽ ബംഗ്ലാ ഹിന്ദി ഭാഷകൾ തമ്മിലുള്ള പ്രശ്നവും വരാൻ പോവുകയാണ്. അവർ വരുത്തും, എനിക്കറിയാം. കാരണം ഭാരതത്തിനുള്ളിൽ വിഘടനവാദം വർദ്ധിപ്പിക്കണം, ഇത്തരം സ്പർദ്ധകൾ വർദ്ധിപ്പിക്കണം. അത് ചിലരുടെ ഉദ്ദേശമാണ്. സംസ്ഥാനങ്ങളുടെ പേരിൽ, ഭാഷയുടെ പേരിൽ. അത് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കണം. സ്വന്തം പ്രാദേശിക ഭാഷയിൽ മെഡിക്കൽ വിദ്യാഭ്യാസമോ എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസമോ ഇതുവരെ നടപ്പിലാക്കാൻ കഴിയാത്തവരാണ് ഇപ്പോൾ ഭാഷയ്ക്ക് വേണ്ടി വഴക്കിടുന്നത്. ഭാരതത്തിലെ 16 പ്രാദേശിക ഭാഷകളിൽ മെഡിക്കൽ എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസം സാധ്യമാക്കിയത് നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷമാണ്. നോക്കൂ, അത്തരം ആളുകൾക്ക് ആവശ്യം ഭാരതത്തിലെ തെക്കും വടക്കും തമ്മിൽ യുദ്ധം ചെയ്യണം, ഭാരതത്തിലെ കിഴക്കും പടിഞ്ഞാറും തമ്മിൽ യുദ്ധം ചെയ്യണം, യുദ്ധമുണ്ടാകണം, കലാപം ഉണ്ടാകണമെന്നാണ്. ഭാരതമാതാവിനെ വെട്ടിമുറിക്കുക എന്നുള്ള ചിലരുടെ മുദ്രാവാക്യം പ്രായോഗികമാക്കാൻ വേണ്ടി നമ്മുടെ ആളുകൾ അവരെ സഹായിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഭാരതത്തിൻ്റെ പ്രധാനപ്പെട്ട വെല്ലുവിളി ഭാരതത്തിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെയാണ്. ഞങ്ങളുടെ കുട്ടിക്കാലത്ത് RSSന്റെ ശാഖകളിൽ ഇങ്ങനെയൊരു ഗണഗീതം ഞങ്ങളെ പഠിപ്പിച്ചിരുന്നു. ആ ഗണഗീതത്തിന്റെ രണ്ടാമത്തെ പങ്ക്തി, राष्ट्र को है लोग भूले, स्वार्थ है युग मंत्र सारा, वर्ग जाति विभेद की अब बह रही है कलुष धारा, इस अमा के तिमिर को, मतलब रात्रि के अंधकार को, इस अमा के तिमिर को अब अरुणिमा क्या मान ले हम, टल गया सर से व्यथा का भार कैसे मान ले हम. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഒരിക്കൽ കൂടി പറയുന്നത്, ഭാരതത്തിന്റെ ഭാവി വളരെ ശോഭനീയമാണ്. ഭാരതത്തിന്റെ ഉള്ളിൽ ചില ശത്രുക്കളുണ്ട്, അത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിയിരിക്കണം. ഈ വരികൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുകയും വേണം. दुश्मन के छल छंदों से हम तो सदा ही हारे हैं अपने घर के जयचंदों से. നമ്മൾ ഒരിക്കലും പരാജയപ്പെടില്ല ശത്രുക്കളുടെ വാളിനാൽ. നമ്മൾ എന്നെങ്കിലും പരാജയപ്പെടുകയാണെങ്കിൽ അത് നമ്മുടെ സ്വന്തം വീട്ടിലുള്ള ജയചന്തുമാരായാലായിരിക്കും. നമ്മൾ ഇതിൽ നിതാന്ത ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്, നമ്മുടെ രാജ്യത്തിനുള്ളിൽ എന്താണ് സംഭവിക്കുന്നതെന്ന്. ഇനി ഭാരതം ലോകത്തിന് നൽകുന്നത് എന്താണ് എന്നുകൂടി ഞാൻ പറയാം. ഭാരതത്തിൻ്റെ ഈ ഉദയം എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ഭാരതത്തിൻ്റെ ഈ ഉദയം, ഈ വളർച്ച എന്തിനു വേണ്ടിയിട്ടാണ് സംഭവിക്കുന്നത്? ലോകത്തെ കീഴ്പ്പെടുത്തി ശക്തി തെളിയിക്കാനല്ല ഭാരതം വളരുന്നത്. ലോകത്തിലെ ഏറ്റവും പ്രാചീന, ഏറ്റവും പുരാതന സിവിലൈസേഷൻ ഉണരുകയാണ്, ഉയരുകയാണ്, വളരുകയാണ്. എന്തുകൊണ്ടാണ് ഇന്ന് ഭാരതത്തിന്റെ ശത്രുക്കൾക്കെല്ലാം ഭയം തോന്നുന്നതെന്നറിയുമോ? നമുക്ക് നമ്മുടെ സംസ്കാരത്തെക്കുറിച്ചും നമ്മുടെ ശക്തിയെക്കുറിച്ചും നമ്മുടെ ഹിന്ദു പാരമ്പര്യത്തെക്കുറിച്ചും ആത്മവിശ്വാസം ഇല്ലെങ്കിൽ കൂടി ഭാരതത്തിന്റെ ശത്രുക്കൾക്ക് ഇത് വ്യക്തമായ ബോധ്യമുണ്ട്. ഭാരതത്തിൻ്റെതായ സാംസ്കാരിക പാരമ്പര്യത്തിൽ ശക്തി തെളിയിക്കാനും ഉണരാനും പോയാൽ അത് അവർക്ക് അപകടമാണ് എന്നുള്ള ബോധ്യം അവർക്കുണ്ട്. ഭാരതത്തിലെ ഓരോ വർഗവും ഓരോ ജാതി മതവിഭാഗവും നമ്മളെ ഓരോ പാഠങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. മുസ്ലിം മതസമൂഹത്തിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പാഠം എന്തെന്നറിയുമോ? അവരോട് നമ്മൾ ചോദിക്കും, സർക്കാർ ഗ്യാസ് തന്നില്ലേ? കിട്ടിയെന്നവർ പറയും. ടോയ്ലറ്റ് കിട്ടിയില്ലേ? കിട്ടിയെന്നവർ പറയും. വീട് കിട്ടിയില്ലേ? കിട്ടിയെന്നവർ പറയും. ആയുഷ്മാൻ ഭാരത് കിട്ടിയോ? കിട്ടി. സർക്കാരിന്റെ എല്ലാ സേവനങ്ങളും, എല്ലാ പദ്ധതികളും ഞങ്ങൾക്ക് കിട്ടി. ഇതൊക്കെ സമ്മതിച്ചു, സർക്കാർ ഞങ്ങൾക്ക് വേണ്ടി എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ ഞങ്ങൾ മുന്നോട്ട് പോകണമെന്ന് ഞങ്ങളുടെ മത നേതാക്കൾ തീരുമാനിക്കും. അവർ പറയുന്നത് കേട്ടിട്ടേ ഞങ്ങൾ മുന്നോട്ട് പോവുകയുള്ളൂ. അതാണ് അവരുടെ ഐക്യം. പക്ഷേ നമ്മുടെ ഹിന്ദു വിഭാഗത്തിലെ ചില ആളുകൾ, അവർക്ക് സർക്കാർ നൽകിയ പദ്ധതികളെക്കുറിച്ചല്ല അവർ പറയുന്നത്, അവർക്ക് വ്യക്തിപരമായ എന്ത് നേട്ടമുണ്ടായി അതാണ് അവർ ചിന്തിക്കുന്നത്. ഇലക്ഷന് മുമ്പ് എനിക്കെന്ത് ഫ്രീ കിട്ടി, എനിക്കെത്ര പണം കിട്ടി, താൽക്കാലിക ലാഭം മാത്രമാണ് ഞാൻ ചിന്തിക്കുന്നത്. ഈ രീതിയിൽ നമ്മുടെ ചില ആളുകൾ ചിന്തിക്കുന്നതാണ് നമ്മുടെ അപകടം. ഒരു വിഭാഗം ഐക്യത്തോടെ ഒരേ ചിന്തയിൽ മുന്നോട്ട് പോകുന്നു, അതാണ് ടീം സ്പിരിറ്റ്. അതിൻ്റെ നേട്ടവും അവർ ഉണ്ടാക്കുന്നു. എന്നാൽ മറ്റൊരു വിഭാഗം ഐക്യമില്ലാതെ വ്യക്തിപരമായ നേട്ടങ്ങൾക്ക് വേണ്ടി സ്വാർത്ഥതയോടെ ജീവിക്കുന്നു. അതാണ് വ്യത്യാസം. ഇങ്ങനെ സ്വാർത്ഥ ചിന്തയോടെ മുന്നോട്ട് പോകുമ്പോൾ അവസാനം എന്ത് സംഭവിക്കും? തലയറ്റുപോകും. ഞാൻ ഈ പറയുന്നതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ആശയക്കുഴപ്പമുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഞാൻ ചരിത്രപരമായ ഒരു ഉദാഹരണം കൂടി പറയാം. സ്വതന്ത്ര ഭാരതത്തിന് മുമ്പ് ഭാരതത്തിന്റെ ഭാഗമായി സിലഹട്ട് എന്നൊരു പ്രദേശമുണ്ടായിരുന്നു. സിലഹട്ടിലെ ഭൂരിപക്ഷവും ഹിന്ദുക്കളായിരുന്നു. വോട്ടിങ്ങിലൂടെയാണ് ഈ തീരുമാനമെടുത്തത്. 1947 അത് ഭാരതത്തിനൊപ്പം പോകണമോ അതോ കിഴക്കൻ പാകിസ്ഥാന്റെ ഭാഗമായി പോകണമോ എന്നത്. ജോഗീന്ദർനാഥ് മണ്ഡൽ എന്ന് പറയുന്ന ഒരു നേതാവായിരുന്നു അവരുടെ ലീഡർ. അദ്ദേഹം ദളിത് വിഭാഗത്തിന്റെ നേതാവായി നിന്നുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ ജിന്നയുമായി സംസാരിച്ചു, നമ്മൾക്ക് വേണ്ടതെല്ലാം അവർ തരാമെന്ന് വാക്ക് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് മുസ്ലിം ലീഗിന്റെ ഒപ്പം നിന്ന് പാകിസ്ഥാനോടൊപ്പം പോകാമെന്ന് പറഞ്ഞു. സിൽഹട്ടിലെ അദ്ദേഹത്തിന്റെ ജാതി വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ എല്ലാം കൂടി വോട്ട് സമാഹരിച്ച് പാകിസ്ഥാന്റെ ഭാഗമാകുന്നതിന് വേണ്ടി വോട്ട് ചെയ്തു. തൽഫലമായി ഹിന്ദു വോട്ടുകൾ വിഘടിക്കപ്പെട്ടു. സിൽഹട്ട് എന്ന പ്രദേശം പാകിസ്ഥാന്റെ ഭാഗമായി മാറി. 1947 സംഭവിച്ചത്. വെറും 3 വർഷത്തിനുള്ളിൽ 1950 അദ്ദേഹത്തിന് തന്നെ അഭയാർത്ഥിയായി ഭാരതത്തിലേക്ക് വരേണ്ടി വന്നു. ഒന്നുകിൽ മതം മാറണം, അല്ലെങ്കിൽ തലവെട്ടിക്കളയും. ആ സ്ഥിതിയായിരുന്നു. വെറും 3 വർഷം കൊണ്ട് സിൽഹട്ട് എന്ന് പറയുന്ന പ്രദേശത്തെ ഹിന്ദുക്കൾ പൂർണ്ണമായി ഇല്ലാതായി. അത് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായി മാറി.
പഴയ കാലത്തെ ജയചന്ദ് മുതൽ ജോഗീന്ദ്രനാഥ് മണ്ഡൽ വരെ നിങ്ങൾക്ക് മുമ്പിൽ ഉദാഹരണങ്ങളായി നിൽപ്പുണ്ട്. तो फिर मैं एक बात कहूं कि कहनी है एक बात हमें इस देश के पहरेदारों से, संभल के रहना अपने घर में छिपे हुए गद्दारों से. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പറഞ്ഞതുപോലെ ഇത് ഭാരതത്തിന്റെ സമയമാണ്. ഈ സമയം നല്ല സമയമാണ്. ഈ അവസരം നമ്മൾ മുതലാക്കി ഐക്യത്തോടെ മുന്നോട്ട് പോയാൽ ഭാരതം എത്രയോ ഉയരത്തിലെത്തും. സ്വാമി വിവേകാനന്ദന്റെ അവസാന കാലത്ത് 1901 അദ്ദേഹം പറഞ്ഞിരുന്നതാണ്. 1902 അദ്ദേഹത്തിന് സമാധി ഉണ്ടായത്. 1901 അദ്ദേഹം ഇങ്ങനെ പറഞ്ഞിരുന്നു. അദ്ദേഹത്തിന്റെ യോഗനിദ്രയിൽ അദ്ദേഹത്തിന് ദർശനം കിട്ടിയതാണ് ഭാരതാംബ സർവാഭരണ വിഭൂഷതയായി തിളങ്ങാൻ പോവുകയാണ് ഒരു ശതാബ്ദിക്കുള്ളിലെന്ന്. അതായത് 1901 അദ്ദേഹം ഇത് പറഞ്ഞത്. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ. വാജ്പേയി സർക്കാരിന്റെ കീഴിൽ 2003-2004 ആദ്യ സാമ്പത്തിക പാദത്തിൽ ഭാരതം 10% സാമ്പത്തിക വളർച്ച രേഖപ്പെടുത്തി, ചരിത്രത്തിൽ ആദ്യമായി. അത് വെറും ഒരു ക്വാർട്ടർ മാത്രമേ നിലനിന്നുള്ളൂ. 2004 വാജ്പേയി സർക്കാരിന്റെ കാലഘട്ടത്തിൽ തന്നെ ഭാരതത്തിന്റെ ഫോറിൻ റിസർവ് ആദ്യമായി $100 ബില്യൺ തൊട്ടു. മഹർഷി അരബിന്ദോ പറഞ്ഞത് അദ്ദേഹത്തിന്റെ ആ കാലഘട്ടത്തിൽ 175 വർഷത്തിന് ശേഷം ഭാരതം ഫ്ലറിഷ് ചെയ്യാൻ പോവുകയാണെന്നാണ്. സ്വാമി രാമകൃഷ്ണ പരമഹംസന്റെ ജന്മവർഷമാണ് 1836. 175 വർഷത്തിനപ്പുറം എന്ന് പറയുന്നത് 2011-12 അതായത് മഹർഷി അരബിന്ദോ പറഞ്ഞതുപോലെ തന്നെ 2012 ശേഷം ഭാരതത്തിൽ വലിയ മാറ്റങ്ങൾ നിങ്ങൾക്ക് തന്നെ കാണാൻ കഴിയുന്നുണ്ടല്ലോ. 2014 അധികാരമാറ്റത്തിന് ശേഷം പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി വന്നതിന് ശേഷം തുടർച്ചയായി 3 തവണ അദ്ദേഹം പ്രധാനമന്ത്രിയായി ഇപ്പോൾ രാജ്യം ഭരിക്കുമ്പോൾ ഭാരതം എത്ര ശക്തമായ ദിശയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നത് എത്ര വ്യക്തമാണ്. ഈ വർഷമാണല്ലോ ഏറ്റവും വലിയ കുംഭമേള നടന്നത്. 68 കോടി ആളുകളാണ് കുംഭമേളയിൽ പങ്കെടുത്തത്. സോഷ്യൽ മീഡിയ വളരെ വ്യാപകമായതിനു ശേഷമുള്ള ആദ്യത്തെ കുംഭമേളയായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ലോകത്തിൽ 72% ആളുകൾ ആദ്യമായാണ് ഭാരതത്തിൽ ഇത്രയും വലിയൊരു കുംഭമേള നടക്കുന്നുണ്ട് എന്നറിഞ്ഞത്. ഹിന്ദുക്കളല്ലാത്ത 50 ലക്ഷത്തിലധികം ആളുകൾ ഭാരതത്തിന്റെ പുറത്തു നിന്നും UP-യിലേക്ക് ഒഴുകിയെത്തിയത് ഈ കുംഭമേളയ്ക്ക്. അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് അവർ ഭാരതത്തിലെത്തിയത്. ആരും അവരെ തടഞ്ഞില്ല. ആരും അവരോട് മതം മാറണമെന്ന് പറഞ്ഞില്ല. നദിയിൽ മുങ്ങുന്നതിന് മുമ്പ് അവരുടെ മതം ആരും ചോദിച്ചില്ല. അവരുടെ ജാതി ആരും ചോദിച്ചില്ല. നിരവധി ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട ആളുകളുണ്ടായിരുന്നു. ടൂറിസ്റ്റായിട്ടല്ല വന്നത്, ഭക്തരായിട്ടാണ് വന്നത്. മുസ്ലിം അല്ലാത്ത ഏതെങ്കിലും ഒരാൾക്ക് ഹജ്ജിന് പോകാൻ കഴിയുമോ? ഹജ്ജിന് പോകണമെങ്കിൽ അവൻ ഉറപ്പായും മതം മാറിയിരിക്കണം. എന്തിന്? ഇന്ന് രാഹുൽ ഗാന്ധി ഒരുപാട് ഡയലോഗ് അടിക്കുന്നുണ്ടല്ലോ. ഞാൻ അദ്ദേഹത്തോട് വിനയത്തോടെ ചോദിക്കട്ടെ, സോണിയാഗാന്ധി 2001 കുംഭമേളയിൽ പങ്കെടുത്ത് ഗംഗാനദിയിൽ മുങ്ങി മടങ്ങിപ്പോയിരുന്നു. ആ സമയത്ത് വാജ്പേയിജിയാണ് പ്രധാനമന്ത്രി, രാജ്നാഥ് സിംഗ്ജിയാണ് ഉത്തർപ്രദേശിലെ മുഖ്യമന്ത്രി. പക്ഷേ സോണിയാഗാന്ധിയോട് മതം മാറണമെന്ന് ആരും പറഞ്ഞില്ലല്ലോ. ഞാൻ ചോദിക്കട്ടെ, ഭാരതത്തിന്റെ പുറത്ത് നിന്ന് ഹിന്ദു വിശ്വാസികളല്ലാത്ത 50 ലക്ഷം ആളുകൾ ഭാരതത്തിലെത്തി. അവരെന്തിനു വേണ്ടിയിട്ടാണ് വന്നത്? ഞാൻ ഒരു കാര്യം മുൻപ് പറഞ്ഞത് ആവർത്തിച്ചുകൊണ്ട് തന്നെ ഈ പ്രസംഗം അവസാനിപ്പിക്കാം. അവരെന്താണ് പറഞ്ഞത്? ലോകത്തിലെ ഏറ്റവും കൂടുതൽ സുഖം നൽകുന്നത് എന്താണെന്നാണ്? പണമാണെന്നാണ്. അതായിരുന്നു കാർൽ മാർക്സിന്റെ തിയറി. മറ്റൊരു വിഭാഗം പറഞ്ഞത് ശാരീരികമായ സുഖം ലഭിക്കുകയാണെങ്കിൽ അതാണ് ലോകത്തെ ഏറ്റവും വലിയ കാര്യം, അത് കിട്ടിക്കഴിഞ്ഞാൽ മനുഷ്യന് എല്ലാമായി എന്നാണ്. അത് സിഗ്മണ്ട് ഫ്രോയിഡിന്റെ തിയറിയാണ്. മൂന്നാമത്തെ വിഭാഗം പറഞ്ഞത് പേരും പ്രശസ്തിയും ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു മനുഷ്യന് കിട്ടാവുന്ന എല്ലാമായി എന്നാണ്. പക്ഷേ കുംഭമേളയിൽ പങ്കെടുത്ത ഈ 50 ലക്ഷം വിദേശികൾ നാഗാ സന്യാസിമാരെ കണ്ടിട്ട് അവർ അത്ഭുതപ്പെടുകയാണ്. ഇവർക്ക് എന്ത് സുഖമാണ് ലഭിക്കുന്നത്? ഇവർക്ക് എന്താണ് വേണ്ടത്? ഇവർക്ക് പൈസ വേണ്ട, അവർക്ക് ശാരീരിക സുഖം വേണ്ട, അവർക്ക് പേരും പ്രശസ്തിയും വേണ്ട, പലർക്കും പേര് പോലുമില്ല. നോക്കൂ, നിങ്ങൾക്ക് തന്നെ നിങ്ങൾ ഏതെങ്കിലും നാഗാ സന്യാസിമാരെ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് അവരിൽ നിന്ന് അനുഗ്രഹം ലഭിച്ചെങ്കിൽ അതിന് പകരമായി നിങ്ങൾ അവർക്ക് ദക്ഷിണ കൊടുത്താൽ അവർ നിങ്ങളോട് ദേഷ്യപ്പെടും. നമുക്ക് അതിശയം തോന്നും, നമ്മൾ എന്ത് തെറ്റ് ചെയ്തു? നമ്മൾ അദ്ദേഹത്തിന് ദാനധർമ്മമല്ലേ ചെയ്തത്, പിന്നെ എന്തിനാണ് അദ്ദേഹം ദേഷ്യപ്പെടുന്നതെന്ന്. പക്ഷെ അവർക്കത് വേണ്ട. കാരണം അവർക്ക് പണവും വേണ്ട, പേരും പ്രശസ്തിയും വേണ്ട, അവർക്കൊരു ശാരീരിക സുഖവും വേണ്ട. ഞാൻ പറഞ്ഞു വന്നത്, പുറത്തു നിന്ന് കുംഭമേളയിൽ പങ്കെടുക്കാൻ വന്ന ആ 50 ലക്ഷം ആളുകൾ ഭാരതത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവരുടെ അടിസ്ഥാനപരമായ വ്യത്യാസം എന്നത് ഒറ്റ വാക്യത്തിൽ അതിങ്ങനെ പറയാം. कि वेस्ट की थॉट और हमारी थॉट में अंतर जो कुंभ के नागा साधुओं में दिखता है कि वो सुख खोजें भौतिकता में, वो सुख खोजें भौतिकता में, मदिरा में मांस की बोटी में, ये भस्म रमाए अपने तन पर खुश हैं सिर्फ लंगोटी में. और यहां मार्क्स भी फेल, मैक्स वेबर भी फेल, सिगमंड फ्रॉइड भी फेल. तो इसलिए मैं लास्ट में कहता हूं, बिल्कुल आश्वस्त रहिए, इंडिया का समय आ गया है. जो प्रधानमंत्री जी ने कहा यही समय है, सही समय है, भारत का अनमोल समय है. तो इसे एक पंक्ति में कहेंगे, भारत मां अंगड़ाई लेती, सुप्त चेतना जाग रही, ऋषि मुनियों की देवधरा फिर अपना रूप संवार रही. और लास्ट में यह भी समझ लीजिए,
गौरवशाली अतीत हमें प्रेरणा दे रहा है, स्वर्णिम भविष्य हमारी प्रतीक्षा कर रहा है। बस वर्तमान में कोई गलती नहीं करनी है। इसलिए गौरवशाली था भूत, भूतकाल पास्ट, गौरवशाली था भूत, भविष्यत भी महान है अगर संभालें आप उसे जो वर्तमान है। धन्यवाद।